കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വാർത്തകളിലൊന്നാണ് നടൻ ബാലയുടെയും ഗായിക അമൃത സുരേഷിന്റെയും പ്രശ്നങ്ങൾ. വിവാഹമോചിതരായി വർഷങ്ങൾ പിന്നിടുകയും ഇരുവരും വേറെ ജീവിതം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടും ഇവർക്കു ഇടയിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് അടുത്തിടെയായി ബാല നടത്തിയ അഭിമുഖങ്ങൾ. തന്റെ വിവാഹമോചനത്തിന്റെ കാരണം ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് ബാല നൽകിയ മറുപടി വളരെ വിവാദമാവുകയാണ്. ഇതിനെ തുടർന്ന് വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയ ബാല മകളെക്കുറിച്ചും കുഞ്ഞിനെ കാണാൻ കഴിയാത്ത സങ്കടത്തെക്കുറിച്ചും വളരെയധികം വികാരഭരിതനായി സംസാരിച്ചു. ഐഡിയ സ്റ്റാർ സിംഗറിൽ അതിഥിയായി എത്തിയ ബാലയും അവിടെ മത്സരാർത്ഥിയായ അമൃതയും തമ്മിലുള്ള സൗഹൃദം പതുക്കെ പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു. പിന്നീട് ബാല അത് മാതാപിതാക്കളെ അറിയിക്കുകയും അവർ അമൃതയുടെ വീട്ടുകാരുമായി തീരുമാനിച്ച് വിവാഹം ഉറപ്പിക്കുകയുമായിരുന്നു. വിവാഹം കഴിഞ്ഞ് കുഞ്ഞുമൊക്കെയായി സന്തോഷത്തോടെ മുന്നോട്ടു പോകുകയായിരുന്ന ഇരുവരും പെട്ടെന്നാണ് വിവാഹമോചനം നൽകിയത്. വിവാഹമോചന വാർത്ത ആരാധകർക്ക് ഒരു ഞെട്ടൽ തന്നെയായിരുന്നു. 2020 ഇരുവരുടെയും വിവാഹമോചനം നടക്കുന്നത്. വിവാഹമോചനത്തിന് ശേഷം മകൾ അവന്തിക അമൃതയ്ക്കൊപ്പമാണ് താമസം. അമൃതയുമായുള്ള ബന്ധം പിരിഞ്ഞ ശേഷമാണ് ബാല ഡോക്ടർ കൂടിയായ എലിസബത്തിനെ വിവാഹം കഴിക്കുന്നത്. അമൃതയും സംഗീത സംവിധായകൻ ഗോപി സുന്ദറിനുമൊപ്പം ഒരു പുതിയ ജീവിതം ആരംഭിച്ചിരുന്നു. എന്നാൽ ആ ബന്ധം പിരിഞ്ഞ് എന്ന തരത്തിലുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പരക്കുന്നു. അമൃതയോ ഗോപി സുന്ദറോ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ല. ഇത്രയും നാളും അമൃതയും ബാലയും വേർപിരിഞ്ഞതിന്റെ കാരണങ്ങളെക്കുറിച്ച് ഇരുവരും സംസാരിച്ചിട്ടില്ല. എന്നാൽ അടുത്തിടെ ബാല മാധ്യമങ്ങളോട് അമൃതയെക്കുറിച്ച് ചില ആരോപണങ്ങൾ നടത്തിയിരുന്നു. ഇതാണ് ബന്ധം പിരിയാനുള്ള കാരണം എന്നും ബാല പറഞ്ഞു. കാണാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിൽ തന്റെ ഭാര്യയെ കണ്ടു എന്നായിരുന്നു ബാല ഉയർത്തിയ ആരോപണം. ഗോപി സുന്ദറുമായുള്ള അമൃതയുടെ ബന്ധത്തെക്കുറിച്ചും ബാല സംസാരിച്ചിരുന്നു. തന്നെ സംബന്ധിച്ചിടത്തോളം ഗോപി സുന്ദറിനെ ഇഷ്ടമല്ലെന്നും അയാൾ ഒരു റോങ് ആയ പേഴ്സൺ ആണെന്നും ബാല പറഞ്ഞു. അയാൾ ശരിക്കും ഒരു മോശം മനുഷ്യൻ തന്നെ എന്ന കാര്യത്തിൽ ബാല ഉറച്ചു നിൽക്കുകയാണ്. അത് ഡയറക്റ്റായി തനിക്ക് ആരോട് വേണമെങ്കിലും സംസാരിക്കാൻ സാധിക്കുമെന്ന് ബാല പറയുന്നു. ഗോപി സുന്ദറിനെയും അമൃതയെയും കുറിച്ച് സംസാരിക്കാനുള്ള റൈറ്റ്സ് ആർക്കുമില്ല. പക്ഷേ ഗോപി സുന്ദറിനെ കുറിച്ച് മാത്രം ചോദിച്ചാൽ താൻ പറയും അയാൾ ഒരു തെറ്റായ മനുഷ്യനാണെന്ന്. പേഴ്സണലി പ്രൊഫഷണലിയും തനിക്ക് ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ടെന്നും ഈ കല്യാണത്തിന് മുൻപാണ് അതെല്ലാം. താൻ അതൊക്കെ തുറന്നു പറഞ്ഞാൽ ഒരു മലയാളി പോലും അയാളെ തിരിഞ്ഞു നോക്കില്ല എന്നായിരുന്നു ബാലയുടെ പ്രതികരണം. മകളെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്നും അവളെക്കുറിച്ച് ഓർമ്മകൾ ബാല എല്ലായിടത്തും പങ്കുവയ്ക്കാറുണ്ട്. ഏറ്റവും ഒടുവിലായി നൽകിയ അഭിമുഖത്തിൽ തന്റെ പേരിൽ അമൃത പോസ്കോ കേസ് കൊടുത്തു എന്നാണ് നടൻ ബാല പറഞ്ഞിരുന്നത്. മകളെ പീഡിപ്പിച്ചു എന്ന പേരിലാണ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. എന്നാൽ കോടതി കേസ് എടുത്തില്ല. ഒരു കുഞ്ഞിനെ അതിന്റെ അച്ഛൻ കാണണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ? കുഞ്ഞിനെ കാണിക്കണം എന്ന് ഓർഡർ ഉണ്ടായിട്ട് പോലും അത് പാലിക്കുന്നില്ല അമൃത. മനസ്സിന്റെ വേദന കൊണ്ടാണ് ഇത് പറയുന്നത്, അല്ലാതെ ഇതൊന്നും ഒരിക്കലും ഒരു അഹങ്കാരമല്ല. കുഞ്ഞിനെ ഒന്ന് കാണിക്കാമോ എന്ന് പിച്ചക്കാരനെ പോലെ ചോദിക്കുകയാണ് എന്നൊക്കെയായിരുന്നു വികാരാഭരിതനായ ബാല സംസാരിച്ചത്. സോഷ്യൽ മീഡിയയിൽ മകൾക്കൊപ്പമുള്ള വീഡിയോ വൈറലാകുകയാണ്. വലിയ ചർച്ചയായി മാറുന്ന ഈ വീഡിയോയ്ക്ക് താഴെ ബാലയ്ക്ക് വേണ്ടി അധികം ആളുകളും സംസാരിക്കാൻ തുടങ്ങുകയാണ്. നിരവധി ആരാധകരാണ് ബാലയുടെ വീഡിയോയ്ക്ക് താഴെ ബാലയെ ആശ്വസിപ്പിച്ച് വന്നിരിക്കുന്നത്. ബാലയുടെ വേദന കണ്ടിട്ട് വല്ലാതെ വിഷമം തോന്നുന്നു, മകളെ കാണിക്കാതിരിക്കാൻ എങ്ങനെ അമൃതയ്ക്ക് കഴിയുന്നു എന്നും ഒരു അച്ഛന് മാത്രമേ ആ വേദന മനസ്സിലാവുകയുള്ളൂ. അച്ഛൻ്റെ രാജകുമാരിയാണ് പെൺമക്കൾ. ആ കുഞ്ഞിനെ കാണാത്തതിൻ്റെ വേദന മുഴുവൻ അയാളിൽ കാണാം. എത്ര ദുഷ്ടനാണെങ്കിലും ആ കുഞ്ഞിൻ്റെ അച്ഛനല്ലേ. അയാൾ ആ കുഞ്ഞിനെ കാണുന്നതിലും സ്നേഹിക്കുന്നതിലും നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അമൃതേ? ബാല ആത്മാർത്ഥതയോടാണ് കുഞ്ഞിനെക്കുറിച്ച് സംസാരിക്കുന്നത്. മകളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്, അതുകൊണ്ടാവും ഇങ്ങനെയെല്ലാം ആയത്. അയാളുടെ ദുഃഖത്തിന് കാരണം അമൃതയാണ്. അയാളുടെ കുഞ്ഞിനൊപ്പം ഒരു സന്തോഷ ജീവിതം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അയാളുടെ ജീവിതം മുഴുവൻ നശിപ്പിച്ചു പോയത് അമൃത കാരണമാണ്. അയാൾക്ക് എലിസബത്തിനെ ഇഷ്ടമാണ്. പക്ഷേ അവിടെയും അയാൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിച്ചില്ല. കാരണം അയാളുടെ മനസ്സ് മുഴുവൻ ആ കുഞ്ഞിലാണ്. അയാളുടെ ഈ സങ്കടങ്ങൾക്കെല്ലാം അമൃത വലിയ വില കൊടുക്കേണ്ടി വരും. സ്വന്തമായി ചിന്തിക്കാൻ കഴിയുന്ന ഒരു പ്രായമെത്തുമ്പോൾ ആ മോൾ തന്നെ ഒരു ദിവസം അമൃതയ്ക്ക് നേരെ തിരികെയും എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുകയും ചെയ്യും. അവൾ കുറച്ചുകൂടി വളർന്നു വരുമ്പോൾ അവളുടെ പ്രായത്തിലുള്ള കുട്ടികളെ അവരുടെ അച്ഛൻ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ഒക്കെ ആ കുഞ്ഞ് അനുഭവിക്കുന്ന വേദന ഒന്ന് ഓർത്തു നോക്കണം. നിങ്ങളെ ആ കുഞ്ഞ് മനസ്സിലാക്കും ബാല. നിങ്ങൾ വിഷമിക്കരുത്. അവൾ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും, ഉറപ്പാണ്. ആ സമയത്തിനായി നിങ്ങൾ കാത്തിരിക്കൂ എന്നാണ് ആരാധകർ ബാലയോട് പറയുന്നത്.